3 മാസം കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ റിവേഴ്സ് ചെയ്യാം വിത്തൗട്ട് എനി മെഡിക്കേഷൻ. നമ്മുടെ നാട്ടിലെ പലരും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, പക്ഷേ ഇവർക്ക് ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് അറിയില്ല. ഈ കാണുന്നതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് ആണ്. എപ്പോഴും നിങ്ങൾക്ക് ദാഹം തോന്നുക, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, അതുപോലെ ഹൈ ട്രൈഗ്ലിസറൈഡ്സ്, ലോ HDL. നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിംഗ് ഒഴിവാക്കുക. 5 to 6 മീൽ എ ഡേ എന്നുള്ളത് കഴിക്കരുത്. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഹെവി കാർബോഹൈഡ്രേറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹൈലി പ്രോസസ്ഡ് ഫുഡ്, ജ്യൂസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇൻസുലിൻ റെസിസ്റ്റൻസും മെഡിക്കേഷൻ ഇല്ലാതെ നോർമൽ ആക്കാൻ ഏറ്റവും നല്ല ടൂളാണ് 14 to 16 hours ഫാസ്റ്റിംഗ്. ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യുക. ഹൈ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക. നാച്ചുറൽ ഫുഡ് മാത്രം ചൂസ് ചെയ്യുക. റെസിസ്റ്റൻസ് ട്രെയിനിങ് നിങ്ങൾ തീർച്ചയായിട്ടും വീക്കിലി 3 ദിവസങ്ങളിൽ ചെയ്യണം. അത് എംപ്റ്റി സ്റ്റൊമക്കിലായാൽ നല്ലത്. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ബോഡിക്ക് നോർമൽ ആക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കണം. എങ്കിൽ മാത്രമേ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിനെ ബോഡി ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജി ബോഡിക്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ബെല്ലി ഫാറ്റ് കുറയുകയും ഇൻസുലിൻ ലെവൽ കൺട്രോൾ ചെയ്യാനും ബോഡിയിലെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും സാധിക്കും. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, ഒരു റിസ്ക്കും ഇല്ല. പ്രത്യേകിച്ച് മീൽ 1 നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറയ്ക്കുക. പ്രോട്ടീനും ഫാറ്റും ഹൈ എൻഡ് ആക്കി വെക്കുക. നിങ്ങൾക്ക് നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമന്റ് റെഡി, വി വിൽ മെസ്സേജ് യു.